യെസ്, വാഹനവ്യൂഹം കടന്നു വരികയാണ്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നു. അതായത് പാലക്കാട് ആഗ്രഹിക്കുന്ന നിമിഷം നമ്മുടെ കൺമുന്നിലേക്ക് വരികയാണ്. നരേന്ദ്രമോദി എന്ന പ്രധാന സേവകൻ, വിശ്വനേതാവ്, വികസന നായകൻ ഇതാ കടന്നു വരികയാണ്. ഇടത്തും വലത്തും കൂടി നിൽക്കുന്നവരുടെ ആർപ്പുവിളികൾക്ക് നടുവിലൂടെ പ്രധാനമന്ത്രി കടന്നു വരികയാണ്. ആ നിമിഷം നമ്മുടെ കൺമുന്നിൽ ഇതാ സാധ്യമാകുന്നു. പാലക്കാട് ശോഭാ സുരേന്ദ്രന്റെ വിജയത്തിനായുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്ന റോഡ് ഷോയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം നമ്മുടെ ക്യാമറ കണ്ണിന് മുന്നിലൂടെ കടന്നു പോകാൻ സമയമാകുന്നു. ഇപ്പോൾ അവിടെ നിൽക്കുന്നവരുടെ ആർപ്പുവിളി അതാകും ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. നരേന്ദ്രമോദിക്ക് ജയ് വിളിക്കുന്ന, ഭാരത് മാതാവിന് ജയ് വിളിക്കുന്ന, BJP-യുടെയും NDA-യുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നവർ ഇരുവശത്ത് 5 വരികളായി നിന്ന് കൃത്യമായ അടുക്കും ചിട്ടയുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഇതാ സമാഗതമായിരിക്കുന്നു. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ വാഹനത്തിന് പുറത്തേക്കിറങ്ങി അവിടെ കൂടി നിൽക്കുന്ന ജനസാഗരത്തെ അഭിവാദ്യം ചെയ്യും, അഭിസംബോധന ചെയ്യും. എന്തായാലും കോട്ട മൈതാനത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ ഈ യാത്ര. അല്പസമയം മുൻപ് പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള 3 ഹെലികോപ്റ്ററുകൾ അവിടെ ലാൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ റോഡ് ഷോ ആരംഭിക്കുകയാണ്. സുപ്രധാനമായൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളം കാത്തിരിക്കെ 11ാം നാൾ പോളിംഗ് ബൂത്തിലേക്ക് ഈ സംസ്ഥാനം നീങ്ങാനിരിക്കുകയാണ്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാടിന്റെ മണ്ണിൽ എത്തുന്നത്. പാലക്കാട് ജില്ലയിലെ NDA സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം അദ്ദേഹം റോഡ് ഷോ നടത്തുകയാണ്. ആ റോഡ് ഷോയുടെ തുടക്കമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. കോട്ട മൈതാനത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നടക്കുന്ന NDA-യുടെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. കേരള രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതകൾ, NDA എടുക്കുന്ന നിലപാടുകൾ, അധികാരത്തിലെത്തുകയാണെങ്കിൽ ഈ സംസ്ഥാനത്ത് എങ്ങനെയാകും ഡബിൾ എഞ്ചിൻ സർക്കാർ പ്രവർത്തിക്കുക, കേന്ദ്രത്തിലും കേരളത്തിലും BJP സർക്കാർ അധികാരത്തിലെത്തേണ്ടതിന്റെ ആവശ്യകത, ഇടത് വലത് മുന്നണികൾ പതിറ്റാണ്ടുകളായി ഈ സംസ്ഥാനത്തെ എങ്ങനെയാണ് പിന്നോട്ടടിച്ചത്, ഇവിടെ നടന്ന അവികസിതമായ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നതാകും അദ്ദേഹത്തിന്റെ പ്രസംഗം. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്നതാണ്. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ അവർ ഒരുക്കുന്ന സുരക്ഷാ വലയത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹം ഇപ്പോൾ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ജനം TV. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ജയിക്കേണ്ടതാര് എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള ദിവസങ്ങൾ. 11ാം നാൾ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ ആരൊക്കെയാകണം ജയിച്ചു വരേണ്ടത്? വികസനം മാത്രം പറയുന്ന, വിവാദത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത, വിവാദങ്ങളിൽ ചെന്നു പെടാത്ത, വികസനം 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 എന്ന് ആവർത്തിച്ച് പറഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ട് ചോദിച്ച് ജയിക്കുമെന്ന ആത്മവിശ്വാസം പങ്കിടുന്നവരുടെ ഇടയിലേക്ക് അവർക്ക് ആത്മവിശ്വാസം പകർന്നുകൊണ്ട്, അവർക്ക് കൂടുതൽ പ്രതീക്ഷ നൽകിക്കൊണ്ട് അവരിലേക്ക് പൊതുസമൂഹത്തെ, ജനങ്ങളെ അടുപ്പിക്കുന്ന വിജയമന്ത്രവുമായി പ്രധാന സേവകൻ നരേന്ദ്രമോദി കടന്നു വരികയാണ്. ഇരുവശത്തും നിൽക്കുന്നവർക്ക് നടുവിലൂടെ, അവരുടെ ആരവങ്ങൾക്ക് നടുവിലൂടെ, അവരുടെ ആർപ്പുവിളികൾക്ക് നടുവിലൂടെ, ആഘോഷത്തിന്, ആവേശത്തിന് പ്രതീകമായിക്കൊണ്ട് അദ്ദേഹം കടന്നു വരികയാണ്. പ്രധാനമന്ത്രിയെ കോട്ട മൈതാനത്ത് കാണാൻ കഴിയാത്തവരൊക്കെ ഈ റോഡ് ഷോയ്ക്കായി ഇരുവശങ്ങളിൽ കൂടി നിന്ന് കണ്ട് അദ്ദേഹത്തെ കൈവീശി കാണിച്ച് അദ്ദേഹത്തിനെ ഒന്ന് കണ്ടാൽ മതി എന്ന പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന കുട്ടികൾ, മുതിർന്നവർ, അമ്മമാർ, സഹോദരിമാർ ഒക്കെയും അവിടെ തമ്പടിച്ചു നിൽപ്പാണ്. അവരെ കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലൂടെയാണ് പ്രധാനമന്ത്രി വരുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ അവിടെ സംസാരിക്കുകയാണ്. പാർട്ടിയോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയടിയാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആത്മാഭിമാനമുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. AK ഗോപാലന്റെ പാർട്ടി, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പാർട്ടി, കൃഷ്ണപിള്ളയുടെ പാർട്ടി, കേരളം കണ്ട ഉജ്ജ്വലയായ ഗൗരിയമ്മയുടെ പാർട്ടി. പ്രിയപ്പെട്ടവരെ, അതിൽ അവസാനത്തെ തുരുത്തുകളിൽ അവസാനിച്ചിട്ടുള്ള ഇന്നും നിലനിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർ ഉണ്ടായിരുന്നു.
അവസാന വാക്ക്, അതായത് അവസാനത്തെ നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ, ആ കമ്മ്യൂണിസ്റ്റുകാരനാണ് മിസ്റ്റർ ജി സുധാകരൻ. പ്രിയപ്പെട്ടവരെ, ആ ജി സുധാകരന്റെ വാർഡിൽ ആലപ്പുഴ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി താമര ചിഹ്നം 1-ാം സ്ഥാനത്തായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ ശ്രീമാൻ നരേന്ദ്രമോദിജിക്ക് എതിരെ ബദലായി നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒറ്റ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ആ അവസാനത്തെ ആലപ്പുഴയിലെ നമ്മുടെ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വാർഡിൽ BJP 1-ാം സ്ഥാനത്ത് വന്നുവെങ്കിൽ പുന്നപ്രയുടെയും ശ്രീമാൻ പിണറായി, പുന്നപ്രയുടെയും വയലാറിന്റെയും വിപ്ലവ ഭൂമിയിൽ നിങ്ങളുടെ ചെങ്കൊടി താഴെ വെച്ചുകൊണ്ട് പുന്നപ്ര വടക്കും ബോലോ ഭാരത് മാതാ കി ജയ് ജയ് മോദിജി, ബോലോ ഭാരത് മാതാ കി ജയ് ജയ് മോദിജി, കണ്ണേ കരളേ മോദിജി, കണ്ണേ കരളേ മോദിജി, ജയ് ജയ് മോദിജി, ജയ് ജയ് മോദിജി. മോദി 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 മോദി. നമ്മളേവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പാലക്കാടിന്റെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ശ്രീ നരേന്ദ്രമോദിജിയെ ഹാരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ശ്രീമതി ശോഭ സുരേന്ദ്രനെ സ്നേഹപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ശ്രീ നരേന്ദ്രമോദിജിയെ അനുമോദിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഘടകത്തിന് വേണ്ടി ശ്രീ സി കൃഷ്ണകുമാർ അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ദേശീയ ജനാധിപത്യ സഖ്യത്തിനു വേണ്ടി ശ്രീ സാബു ജേക്കബ് അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഭാരതീയ ജനതാ പാർട്ടിയുടെ വെസ്റ്റ് ജില്ലയ്ക്ക് വേണ്ടി ശ്രീ പി വേണുഗോപാലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി പാലക്കാട് ഈസ്റ്റ് ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിജിക്ക് സ്വീകരണം നൽകുന്നു. പാലക്കാട് നഗരസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ ടി നിതേഷ്.